ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 32ാമത്തെ ദിവസമാണിന്ന്. 97/2024 എന്ന് പറയുന്നത് നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ക്ലോസ്. ഇഫ് ക്ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാവരുടെയും എന്തുണ്ട്, ഈ പറയുന്ന ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഉണ്ടാവില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഇഫ് ക്ലോസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഫ് ക്ലോസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒത്തിരി നമ്മൾ 32ഓളം ക്വസ്റ്റ്യൻസ്, 32 അതിൽ കൂടുതലുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലും നല്ല രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഒരു ഇംഗ്ലീഷിൽ ഇഫ് ക്ലോസിൻ്റെ ഒരു ക്ലാസ് കയറി കണ്ട് ആ ഇഫ് ക്ലോസ് നിങ്ങൾക്ക് ഇനി വന്നാൽ അത് തെറ്റാത്ത വിധത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇഫ് ക്ലോസും അതേപോലെ ക്വസ്റ്റ്യൻ ടാഗും റിപ്പീറ്റഡ് ആണ്. അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആന്റോണിം സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 100-200 എണ്ണം നമ്മൾ പഠിച്ചാൽ പോലും ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ പഠിക്കുന്ന 200 ചിലപ്പോൾ വരണമെന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് റൂള് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷീ ഡാഷ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാഡ് സ്റ്റഡീഡ് ആണ്. ഇഫ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ഹാഡ് സ്റ്റഡീഡ് എന്നാണ്. അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഹാഡ് V3 അല്ലേ, ഹാഡ് സ്റ്റഡീഡ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹാഡ് V3 എന്ന ഫോമാണ് എങ്കിൽ നമുക്കറിയാം അവിടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം വരേണ്ടത്, അല്ലെ, വുഡ് ഹാവ് ആയിരിക്കണം. വുഡ് ഹാവ് V3 ആയിരിക്കണം വരേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഹാഡ് V3 ആണെങ്കിൽ ഇഫ് ക്ലോസിൽ ഹാഡ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസ് വരുമ്പോഴേക്കും അത് വുഡ് ഹാവ് V3 ആയിരിക്കണം വരേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ എന്ത് വരണം, ഷീ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ. ഹി ഹാസ് ഹാർഡ്ലി എനി മണി. ഡസ് ഹി, ഹാസ് ഹി, ഡസ് ഹി, ഹാസിൻ ഹി, ഹാഡ് ഹി തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗും എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഹി ഹാസ് ഹാർഡ്ലി. ഹാർഡ്ലി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നമുക്കറിയാം ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. സോ നെഗറ്റീവുള്ള ടാഗ് അങ്ങ് വെട്ടിക്കളഞ്ഞു. ഹാഡ് ഹിയും വരില്ല. ഡസ് ഹി അല്ലെങ്കിൽ ഹാസ് ഹി. ഇവിടെ ആദ്യത്തെ അവർ പ്രൊഫഷനിൽ തന്നിരുന്ന ഹാസ് ഹി ആയിരുന്നു, പക്ഷെ ഫൈനലിലേക്ക് വന്നപ്പോഴേക്കും ഡസ് ഹി ആണ് ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Report the sentence properly. Have you met the principal? The teacher said to me എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടീച്ചർ എന്നോട് ചോദിച്ചു എന്താണ്, ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ, നീ പ്രിൻസിപ്പളെ കണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അതെങ്ങനെയാണ് വരേണ്ടത്, the teacher asked me ഹാവ് ഐ മെറ്റ് ദ പ്രിൻസിപ്പൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സെഡ് വരുമ്പോഴേക്കും നമുക്കറിയാം റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്ന പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ഹാവ് മെറ്റ് എന്നുള്ളത് എന്താക്കി മാറ്റണം, ഹാഡ് ആക്കി മാറ്റണം. ഹാഡ് മെറ്റ് എന്നാക്കി മാറണം അല്ലേ. ഇവിടെ സെഡ് ആയതുകൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞത് എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഹാവ് എന്നുള്ളത് ഹാഡ് ആക്കി മാറ്റണം. നോക്കാം നമുക്ക്. ഹാവ് ഐ മെറ്റ്, മീറ്റ്, ഐ ഹാവ്, വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ. ആൻസർ എന്താണ് വരേണ്ടത്, ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. അപ്പൊ എന്ത് വരണം, ദ ടീച്ചർ ആസ്ക്ഡ് മീ. ടീച്ചർ എന്നോട് ചോദിച്ചു, എന്ത് ചോദിച്ചു, വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ, ഞാൻ പ്രിൻസിപ്പളെ കണ്ടിരുന്നോ എന്ന് ടീച്ചർ എന്നോട് ചോദിച്ചു എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദ സെന്റൻസ് ആപ്റ്റ്ലി. ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. എന്താണ് ഇവിടെ വരേണ്ടത്, ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനെയല്ലേ പറയുന്നത്, ഇയർ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും യാ വേർഡ് ആണ് ഇവിടെ വരേണ്ടത്. ആഫ്റ്റർ എ ഇയർ ആണ് വരേണ്ടത്. ഒന്ന് ഓർത്തിരിക്കണം, ആഫ്റ്റർ നമ്മൾ ഇയർ ഈ അല്ല പറയുന്നത് കേട്ടോ. ആഫ്റ്റർ എ ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ അല്ലേ. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ, 2 കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം എന്താണ്, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും എന്ത് നടന്നിരുന്നു, ബെല്ലടിച്ചിരുന്നു എന്നുള്ള മീനിങ് ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം വരേണ്ടത്. കഴിഞ്ഞു പോയ കാര്യമാണ്, ഓൾറെഡി നടന്ന കാര്യം എന്താണ്, ഹാഡ് റങ്, ദ ബെൽ ഹാഡ് റങ് അല്ലേ. ബെല്ലടിച്ചിരുന്നു എപ്പോ, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു, നേരത്തെ നടന്ന കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾക്ക് അതിന് എന്ത് ചെയ്യണം, കഴിഞ്ഞു പോയി. അപ്പോൾ എന്ത് ചെയ്യണം, ദ ബെൽ ഹാഡ് റങ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ എന്നാണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. നെക്സ്റ്റ് നോക്കാം.
Give the one word substitute for a person who studies about the sun, moon, stars and the universe. Astrologer, astronomer, cobbler, astrologist. Cobbler എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ചെരുപ്പ് കുത്തിയില്ലേ, അതിനാണ് കോബ്ലർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? അസ്ട്രോണമർ ആണ്, അസ്ട്രോണമി ആണ്. അസ്ട്രോളജർ ആരാണ്? മറ്റേ ജ്യോതിഷി, അതെയാണ് അസ്ട്രോളജർ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയൊക്കെ പഠിക്കുന്ന ആരാണ്? അസ്ട്രോണമർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. Fill in the blank with the opposite of the underlined word. Swalih looked cheerful whereas Sumin looked. Cheerful എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സന്തോഷത്തോടുകൂടി, ഹാപ്പി, ജോയ്സ് കണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഗ്ലൂമി അല്ലേ? സ്വാലിഹ് ലുക്ക്ഡ് ചിയർഫുൾ. സ്വാലിഹ് എന്താ? നല്ല ചിയർഫുൾ, സന്തോഷത്തോടെ കാണുന്നു. സുമിൻ എന്താണ്? ഗ്ലൂമി ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഗ്ലൂമി ആണ്. Which is the apt synonym for the word underlined? The woman looked very weak. Weak എന്ന് പറയുമ്പോൾ അത് എന്താണ് വരേണ്ടത്? വീക്ക് ആണ് അല്ലേ? വീക്ക് എന്ന് പറയുമ്പോൾ എന്ത് വരണം? ഫീബിൾ. ഫീബിൾ സിനോണിം ആണ് വേണ്ടത്. ഫീബിൾ ആയിട്ട് തോന്നുന്നു എന്നുള്ള മീനിങ് ആണ്. Use the correctly spelled word, complete the sentence. If you dash money, you will quit the business. കണ്ടോ? ഇവിടെയും എന്താണ്? ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇഫ് യു ഡാഷ് മണി, എന്താണ് വേണ്ടത്? നിന്റെ കയ്യിൽ എന്താണ്? യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. നീ ഇവിടെ ഇഫ് ക്ലോസ് ആണ് പറയുന്നത്, അപ്പൊ വില്ലാണല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വില്ല് V1 വരണമെങ്കിൽ എന്തായിരിക്കണം? V1 ആണ്. ഇഫ് ക്ലോസിലെങ്കിലാണ് മെയിൻ ക്ലോസിൽ എന്ത് വരണം? വില്ല് V1 വരണം. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? V1, അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. ലൂസ്. ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയഞ്ഞ ഡ്രസ് എന്നൊക്കെ മീനിങ് അല്ലേ വരേണ്ടത്. ലോസ് എന്ന് പറയുന്നത് അതിന്റെ V3 അല്ലെ, V3 ഫോം ആണ്. നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഒന്നുകിൽ ഈ ലോസ് അല്ലെങ്കിൽ ഈ ലോസ് ആണ് ഇവിടെ വരേണ്ടത്. ഈ ലോസ് ആണ് വെർബായിട്ടാണ് വരേണ്ടത്. വെർബായിട്ടാണ്. സോ ഇവിടുത്തെ ലോസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Pick out the correct sentence with the right phrasal verb of the underlined word. Phrasal verb ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ? അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന abandon. Abandon എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? The doctor advised me to abandon smoking. എന്നോട് സ്മോക്കിംഗ് നിർത്താനായിട്ട് ഡോക്ടർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? അല്ലെ, ഗീവ് അപ്പ് ആണ്. ഗീവ് അപ്പ്. The doctor advised me to give up smoking. Abandon എന്താണ്? ഗീവ് അപ്പ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും വെൺ തിങ്കളാണ്. വെൾ പ്ലസ് തിങ്കളാണ് PSC ആൻസർ എന്ന് പറയുന്നത്. വെൺ തിങ്കളിനെ വെൾ പ്ലസ് തിങ്കൾ. പക്ഷെ നമ്മൾ നോർമലി പഠിക്കുന്നത് വെൺ പ്ലസ് തിങ്കളും പഠിക്കുന്നുണ്ട്. അതും കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ അവർ PSCയുടെ ഫൈനൽ കീഴിൽ തന്നിരിക്കുന്നത് ഏതാണ്? വെൾ പ്ലസ് തിങ്കളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വെൾ പ്ലസ് തിങ്കൾ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാര്യം PSCക്ക് ഇനിയും ആ ക്വസ്റ്റ്യൻസ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? വെൺ തിങ്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? വെൾ പ്ലസ് തിങ്കളാണ് വെൺ തിങ്കൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലെ. ആദേശം ചെയ്തത് ഏതാണ്? വിൺ പ്ലസ് തലമാണ് എന്ത്? വിൺതലം എന്ന് പറയുന്നത് അല്ലെ. വിൺ പ്ലസ് തലം എന്താണ്? വിണ്ടലമാണ്. എവിടെയാണ് എന്ത് ചെയ്യുന്നത്? ആദേശ സന്ധി വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി തീ കാറ്റ് എന്താണ്? തീ പ്ലസ് കാറ്റ്, അത് എന്തായിട്ട് മാറി? തീക്കാറ്റ്. തീക്കാറ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധിയാണ്. തിരുവാതിര, അതെങ്ങനെയാണ് എഴുതേണ്ടത്? തിരു പ്ലസ് ആതിര. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? തിരുവാതിര. എന്ന് പറയുന്നതിനെ ആഗമിച്ചു. സോ ഇവിടെ ആഗമസന്ധിയാണ്. തണുപ്പുണ്ട്, അതിനെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? തണുപ്പ് പ്ലസ് ഉണ്ട്, അതെന്തായിട്ട് മാറി? തണുപ്പുണ്ടെന്നായിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ലോപസന്ധിയാണ്. ലോപസന്ധി കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 വാക്കുണ്ട്. കൂട്ടിച്ചേർക്കുമ്പോൾ 4 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? ഇതിന് വാക്കല്ല, അക്ഷരങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ലോപസന്ധിയാണ്. തണുപ്പുണ്ട്, ലോപസന്ധി. ഇവിടെ ഈ പൂ എന്ന് പറയുന്ന ഈ ഒരു ചന്ദ്രക്കലയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലോപിച്ചു പോയത്. അവിടെ എന്താണ്? ഊ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഏതാണ്? ലോപസന്ധിയാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. തദ്ധിതത്തിന് ഉദാഹരണം. തദ്ധിതത്തിന് ഏതാണ് ഇവിടെ? വെണ്മയാണ്. വെണ്മ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? തന്മാത്ര തദ്ധിതമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ഗ്രാമർ പോർഷൻസ് കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് LDCയിൽ ഗ്രാമർ എന്ന് പറയുന്നത് കാര്യമായിട്ട് അവർ പറയുന്നില്ല. ഗ്രാമർ പോർഷൻ എടുത്ത് പറയുന്നില്ല. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക എന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ സന്ധി പഠിക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിപരീതം എഴുതുക. അഗ്രജൻ, അവരജൻ നമ്മൾ പഠിച്ചതാണല്ലേ. അഗ്രജൻ, അവരജൻ. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജ്യേഷ്ഠൻ. അവരജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അനിയൻ. അഗ്രജൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? അവരജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം.
ജലത്തിന്റെ പര്യായ പദമല്ലാത്തത് ജലം. ജലത്തിന്റെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തതാണ്. ക്യാൻസൽ ചെയ്തു. ആനച്ചന്തം എന്ന ശൈലിയുടെ, ആനയുടെ ചന്തമാണോ വൈരുദ്ധ്യം തോന്നിക്കുന്നത്? ആകപ്പാടെയുള്ള ഭംഗി ആനയുടെ നടത്തം. നമ്മൾ പറയല്ലേ, കണ്ടിട്ടൊരു ആനച്ചന്തമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ആകപ്പാടെ ഒരു ഭംഗിയുണ്ട്. ആ ഒരു മീനിങ്ങിനെയാണ് നമ്മൾ ആനച്ചന്തം എന്ന് ആ ഒരു ശൈലി കൊണ്ട് ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവൽ ശരിയായ പദം ഏതാണ്? ചൂടാമണി അല്ലെ, ഓൾറെഡി ചൂടി, അപ്പൊ ഇനി അവിടെ വീണ്ടും എന്ത് ചെയ്യുക? ചുറ്റിക്കെട്ടൊന്നും വേണ്ട, ചൂടാമണി, ഇതാണ് ആൻസർ, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം, ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ, എന്തായിരിക്കും? എരുതിയിൽ എണ്ണ ഒഴിക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അവിടെ. കവി, കവി എന്താണ് നമ്മൾ പഠിക്കുന്നത്? ശ്രീലിംഗം, കവ, യാവള്ളി, താവള്ളി അല്ലെ, കവയിത്രി. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റപ്പദമാക്കുക, വർഷം തോറും, എന്താണ്? വർഷം തോറും, പ്രതിവർഷം അല്ലെ, പ്രതിവർഷമാണ്, വർഷം തോറും പ്രതിവർഷമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. എപ്പോഴും അതെ, ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത് PSCയുടെ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതിലൊന്നും ചെയ്തിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ അവർ എന്ത് ചെയ്ത്? വീണ്ടും എടുത്തിട്ട്. ഇവിടെ നമുക്ക് 91 നമുക്ക് പറയാം അത് ഭാജ്യസംഖ്യ എന്നുള്ളത് രീതിയിൽ, പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ദി ഹോൾ പവർ 1/3. 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. അതിനെ വീണ്ടും 11 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 2 1 1 2 1 എത്ര വരും? 1 3 3 1 1331 ആണ് എന്താ? 11ന്റെ സ്ക്വയർ 1331 പ്ലസ് 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. മൈനസ് 3 ചെയ്തിട്ട് ഹോൾ പവർ 1/3 ചെയ്യണം. ഓക്കെ ആണല്ലോ. ഈ 131 നിന്ന് 400 കൂട്ടുമ്പോൾ നമുക്ക് 1731 കിട്ടും അല്ലെ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 3 കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് 1731 നിന്ന് 3 കുറക്കണം. 1728 ദി ഹോൾ പവർ 1/3 എന്ന് കിട്ടും. ഇങ്ങനെ വരുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനെയാണ് നമ്മളിപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് പറയുന്നതിന് തന്നെയാണ് നമുക്ക് 125 ദി ഹോൾ പവർ 1/3 എന്ന് എഴുതുന്നത്. ഓക്കെ, അതായത് അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഏതോ ഒരു നമ്പറിനെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് ഈ പറയുന്ന 1728 കിട്ടിയതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കിക്കേ, 15 എന്ന് പറയുന്ന സംഖ്യയെ നമുക്കറിയാം 15 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇവിടെ ലാസ്റ്റ് വരുന്ന 25 ആയിരിക്കും. അടുത്ത വീണ്ടും 5 × 5 നമ്മൾ എങ്ങനെ ചെയ്തു പോയാലും ലാസ്റ്റ് 5 തന്നെ വരുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് 8 ആണ്. സോ ഇതല്ല എന്ന് മനസ്സിലായി. ഇനി 13 × 3 ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം 3 × 3 9 വരും. എഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 27 അല്ലെ 7 വരും. അപ്പൊ ഇതുമല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നോക്കാം, 14 നോക്കാം. 14 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 4 16 അല്ലെ. വീണ്ടും നമ്മൾ 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? 4 ആണ് ലാസ്റ്റ് വരേണ്ടത്. അതായത് ഇതിന്റെ ഒക്കെ ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4 വരണം. ഇതിന്റെ ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 വരണം. ഇനി തന്നിരിക്കുന്നതാണ് 12. 12ന്റെ ക്യൂബ് ചെയ്യുമ്പോൾ 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 അല്ലേ. അത് ലാസ്റ്റ് അപ്പൊ എന്തായിരിക്കും? 8 ആയിരിക്കും. മുമ്പിലുള്ളതൊന്നും നമുക്കിവിടെ അറിയേണ്ട കാര്യമേ ഇല്ല. അപ്പൊ 17 28 ആണ്. അതായത് 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 വരും. അതിന്റെ വീണ്ടും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1728 കിട്ടും. അതായത് ഇത് പറയുന്നത് 12ന്റെ ക്യൂബാണ് റേസ് ടു 1/3. അതായത് 12 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 3 8 15 24 എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരേണ്ടത് നോക്കിക്കേ. 3 8 15 24 73ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ. 3നോട് നമ്മൾ എന്ത് ചെയ്തു? 3നോട് 5 കൂട്ടി, 8നോട് നമ്മൾ 7 കൂട്ടി അല്ലെ, 15നോട് നമ്മൾ 9 കൂട്ടി. 5 7 9 2 കൂട്ടിയാണ് പോയിരിക്കുന്നത്. അടുത്ത് എന്ത് ചെയ്യണം? 11 കൂട്ടണം. അപ്പൊ 24നോട് 11 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35 ആണ്. നെക്സ്റ്റ് നോക്കാം. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്ക്, ഫസ്റ്റ് ടേമിന് 62 മാർക്ക് കിട്ടി. 2ാം പാദ പരീക്ഷയിൽ 48 മാർക്ക് കിട്ടി. വാർഷിക പരീക്ഷയിൽ അതായത് ലാസ്റ്റ് എക്സാമിന് എത്ര കിട്ടിയാൽ ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് 60 ആകുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ശരാശരി എന്ന് പറയുന്നത് ആകെ തുക എത്രയാണോ ആകെ തുകയെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കണം? എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ശരാശരി ഒരു പറഞ്ഞു 60 കിട്ടണം. ആകെ തുക നമുക്കറിയാം 62 ഉണ്ട്, ഇവിടെ ഒരു 48 ഉണ്ട്. അടുത്ത നമ്പർ നമുക്കറിയില്ല. ഈ ഒരു പരീക്ഷയ്ക്ക് എത്രയും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ശരാശരി കിട്ടേണ്ടത്. ഡിവൈഡ് ബൈ 3 ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 60 × 3 എന്ന് പറയുന്നത് 180 ആണ്. 180ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 62 48 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
ഇതങ്ങ് കുറച്ചാൽ മതി. 62 48 എന്ന് പറയുമ്പോൾ 110 പ്ലസ് ഇല്ല ലാസ്റ്റത്തെ മാർക്ക്. സോ 180 മൈനസ് 110 ചെയ്യണം. ആൻസർ വരുന്നത് 70. അതായത് ലാസ്റ്റ് പരീക്ഷയിൽ 70 മാർക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ രാജുവിന് ശരാശരി എന്ന് പറയുന്നത്. 3 പരീക്ഷയുടെയും ശരാശരി ഏകദേശം ഒരു 60 ആകണമെങ്കിൽ മൂന്നാമത്തെ പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പൊ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി 70. നെക്സ്റ്റ് നോക്കാം. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. കിഴക്ക് വടക്ക് പടിഞ്ഞാറൊക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ദേ ഇങ്ങനെ വരച്ചു വെക്കാം. എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് അല്ലെ. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുവാണ്. കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സൂചിക്കുന്നത്, ക്ലോക്ക് ഇങ്ങോട്ടല്ലേ കറങ്ങുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നേരെ എന്ത് ചെയ്യുക? 3 കിലോമീറ്റർ എന്ത് ചെയ്തു? എങ്ങോട്ട് സഞ്ചരിച്ചു? നമ്മുടെ വലത്തോട്ട് സഞ്ചരിച്ചു അല്ലെ. ഇനി എന്താണ്? വീണ്ടും ഇടത്തോട്ട്. ഇടതെന്ന് പറയുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇനി എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ ക്ലോക്ക് പോകേണ്ടത്. അപ്പൊ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? 4 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. എഗെയിൻ എന്ത് ചെയ്തു? ഇടത്തോട്ട്. ഇതിങ്ങനെ ക്ലോക്ക് ആണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് വലത്തെന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോകും. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എന്താണ്? ഇതാണ് നമ്മുടെ ഇടത്ത്. ഇവിടം വരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇടത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും 3 ഇതും 3. അപ്പൊ ഇതെന്താണ്? ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ഇവിടെ 5 ഉണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ 4 ഉണ്ട്, 4 കിലോമീറ്റർ. സോ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി 9 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ 75 എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. 0.36 ഇൻറ്റു 6.25 ഇൻറ്റു 0.5 0.5 ഇങ്ങനെ കുറേ ഡെസിമൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 എണ്ണമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 എണ്ണമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണമുണ്ട് അല്ലെ. അതായത് മുകളിൽ 4 എണ്ണമുണ്ട്, താഴെയും 4 എണ്ണമുണ്ട്. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതും കൂടി നോക്കണം. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എല്ലാ പോയിന്റും അങ്ങ് മാറ്റി അങ്ങ് എഴുതിക്കും. അഡീഷൻ ആണെങ്കിൽ മാറും കേട്ടോ. ഇവിടെ നമുക്ക് എന്താണ്? എല്ലാം പോയിന്റ് തന്നെയാണ്, ഒന്നും നോക്കാണ്ട് എഴുതിക്കും. ഇവിടെ നമുക്കറിയാം 36 6 കൂടി കട്ടായി പോകും 6 തവണ. 5 ഇൻറ്റു 5 25 ആണ്. 25 ഇൻറ്റു 25 ആണ് 625. അപ്പൊ ഇവിടെ എത്ര വരും? 25 വരും. 625 ഇതും കൂടി കട്ടാവുമ്പോൾ 25 വരും. 25 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്ര വരും? 150 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഗിയും രേണുവും. അപ്പൊ നമുക്ക് ആരെയാണ് പറയേണ്ടത്? ആനന്ദ്. ഇതാണ് നമ്മുടെ ആനന്ദ്. ആനന്ദിന്റെ അച്ഛനുണ്ട് അല്ലെ. ഇതാണ് ആനന്ദിന്റെ അച്ഛൻ. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ്, ഇത് സഹോദരിയാണ് രാഗി, മറ്റൊരു സഹോദരിയാണ് രേണു. ഓക്കെ. രാഗിയുടെ അമ്മ എന്ന് പറയുന്നത് ഇതാണ് രാഗിയുടെ അമ്മ. രാഗിയുടെ അമ്മ എന്ന് പറയുമ്പോൾ അത് ആരുടെയൊക്കെ അമ്മയാണ്? ഈ പറയുന്ന ആനന്ദിന്റെ അച്ഛന്റെ അമ്മയാണ്. അതേപോലെ തന്നെ ആരാണ്? രേണുവിന്റെ അമ്മയാണ്. ഇവരുടെ 3 പേരുടെ അമ്മയാണിത് അല്ലെ. രാഗിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആരാണിത്? ഈ പറയുന്ന ഈ ആനന്ദിന്റെ അച്ഛനല്ലേ ഈ പറയുന്നത്? ഒരേ ഒരു മകന്റെ ഭാര്യ. ഇത് ഭാര്യയാണ് കേട്ടോ. ഭാര്യയാണ് ആര്? നിഷ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിഷയുടെ ആരാണ്? ആനന്ദ്. ഇത് ആനന്ദിന്റെ അച്ഛനാണ്. അത് അച്ഛന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആനന്ദിന്റെ അമ്മയാണല്ലോ. അപ്പൊ നിഷയുടെ മകനാണ് ഈ പറയുന്ന ആനന്ദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്കിനെ ആപ്പിൾ APPLE ആപ്പിളിനെ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? ETTPI എന്ന് എഴുതി. എയിനോട് നമ്മൾ എന്ത് കൂട്ടണം? 4 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E കിട്ടും. അതായത് ABCD അല്ലെ. P കഴിഞ്ഞിട്ട് QRST, അടുത്തതും അങ്ങനെ തന്നെ. L കഴിഞ്ഞിട്ട് നോക്കിക്കേ MNO, 4ാമത്തെ ലെറ്റർ ആണ്. E കഴിഞ്ഞിട്ട് നോക്കിക്കേ FGH അല്ലെ. ഇടയ്ക്ക് 3 വിധമുണ്ട്. 4ാമത്തെ ലെറ്റർ ആണ് എല്ലാം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ നമുക്ക് എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഓറഞ്ച്. അപ്പൊ നമുക്കറിയാം O കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട് അല്ലെ.
അങ്ങനെയാണ് എസ് ആണ് അപ്പൊ ആദ്യം വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഇനി നോക്കിക്കേ, എസ് വി ഇ ഇവിടം വരെ നമുക്ക് സെയിം ആണ്, എസ് വി ഇ വരെ നമുക്ക് സെയിം ആണ്. ലാസ്റ്റത്തെ കെയും ഇയും ഐയും നമുക്ക് സെയിം ആണ്. ഇതിന് എന്താണ്, ഈ ആറും ക്യൂവും മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ എൻ കഴിഞ്ഞിട്ട് 4 നോക്കിയാൽ മതി. എൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എം എൻ ഒ ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്. നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്, ആറ്. സോ എസ് വി ആർ കെ ഐ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടോ, ഇവിടെ നമുക്ക് എല്ലാം ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? സമയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദൂരത്തെ എന്തുകൊണ്ട് ഹരിക്കണം? വേഗത കൊണ്ട് ഹരിക്കണം. ഇവിടെ നമുക്കറിയാം വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 60 km/മണിക്കൂർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് നീളം തന്നിരിക്കുന്ന മീറ്ററിലാണ്. സോ നമുക്ക് ഈ പറയുന്ന വേഗതയെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. ഓക്കെ ആണല്ലോ. 5/18 കൊണ്ട് ഗുണിക്കണം. അതായത് നമുക്കറിയാം ചെറിയ എന്താണ് പറയേണ്ടത്, വലിയ ക്വാണ്ടിറ്റിയെ ചെറുതിലോട്ടാക്കാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക. ഇതിങ്ങനെ തന്നെ എടുത്തെഴുതുക, കട്ടിയാണെന്ന് നിൽക്കേണ്ട നിങ്ങൾ. ഇനി നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂരം നമുക്കറിയാം 200 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയാണ്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി, അതേപോലെ ഒരു തൂണ്, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ആ ട്രെയിനിന്റെ നീളം മാത്രം കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തന്നെ പറയുകയാണ്, നിങ്ങൾ ഒരു ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ, അല്ലെങ്കിൽ ഒരു 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ, ഒരു തുരങ്കത്തിലൂടെ പോകാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. അവിടെ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? അതിന്റെ ഫുൾ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും? ഇവിടെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് 200 ആണ്. 200 ഡിവൈഡ് ബൈ വേഗത എന്ന് പറയുന്നത് 60 × 5/18. നമുക്ക് നേരെ തിരിച്ചെഴുതി എന്ത് വരും? 200 × 18 ഡിവൈഡ് ബൈ 6 × 5 എന്ന് വരും അല്ലെ. ഇവിടെ നമുക്കറിയാം 6ഉം 18ഉം കൂടി കട്ടായി പോകും. എത്ര തവണ? 3 തവണ. 6 3 18 ആണ്. സോറി, ഇവിടെ 60 ആണ്. ഈ 0 കട്ടായി പോയി. ഇനി ഇവിടെ ഇതും കൂടി കട്ടായി പോകും. 20ഉം 5ഉം കൂടി കട്ടായി പോകുമ്പോൾ എത്ര വരും? 4 തവണ. 4 × 3 12. സോ 12 സെക്കൻഡ് സമയമാണ് ഈ തീവണ്ടി എന്ത് ചെയ്യാനായിട്ട് കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്ര? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗോളമുണ്ട്, അതിനെ ഉരുക്കിയിട്ട് കുറെ കുഞ്ഞു ഗോളമാക്കി മാറ്റി. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ഇവിടെ എത്ര എണ്ണമുണ്ടോ, എന്നാണ് എണ്ണമെങ്കിൽ അത് ഇൻറ്റു അതിന്റെ ഓരോന്നിന്റെയും വോളിയത്തോട് ഇതിന്റെ എണ്ണം ഗുണിച്ചു കഴിഞ്ഞ് ഇത് രണ്ടിന്റെയും കൂടി വോളിയം തുല്യമായിരിക്കും. അപ്പൊ നമുക്കിവിടെ അറിയാം കണ്ടുപിടിക്കാനുള്ള നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ v ആണ്. ഇവിടെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 പൈ r ക്യൂബ്. ആറിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ r1 ക്യൂബ് കൊടുക്കാം, വലിയതല്ലേ. ഡിവൈഡഡ് ബൈ 4/3 പൈ r2 ക്യൂബ് എന്ന് കൊടുക്കാം. ഇവിടെ ഇതെല്ലാം കട്ടായി പോകും. ഇവിടെ 27 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതായത് 27 × r2 ക്യൂബ് എന്ന് പറയുന്നത് r1 ക്യൂബ് ആണ്. r1 എന്ന് പറയുന്നത് എത്രയാണ്? വലിയ ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 15 ആണ്. സോ 15ന്റെ ക്യൂബാണ്. r2 ക്യൂബ് എന്ന് പറയുന്നത് 15 × 15 × 15 ഡിവൈഡഡ് ബൈ 27 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 × 3 എന്ന് എഴുതിക്കൂടെ? 3 × 3 9 ആണ്. 9 × 3 27 ആണ്. കട്ട് ചെയ്യാം, എളുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇവിടെ 5 തവണ. 3ഉം ഇതും കൂടി കട്ടായി പോകും 5 തവണ. ഇതും കൂടി കട്ടായി പോകും 5 തവണ. അതായത് r2 ക്യൂബ് എന്ന് പറയുന്നത് 5 × 5 × 5 ആണെങ്കിൽ r2 എന്ന് പറയുന്നത് എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 5 × 5 × 5. നമ്മൾ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് 2 എണ്ണത്തിനെ പെയർ ചെയ്യുമ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് കാണാൻ 3 എണ്ണത്തിനെ പെയർ ചെയ്യണം. 3 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരെണ്ണം പുറത്തേക്ക് എടുത്ത് എഴുതുക, 5. സോ ഇവിടുത്തെ ചെറിയ ഗോളങ്ങളുടെ ആരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 5 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നല്ല രീതിക്ക് പഠിക്കുക, ഡെയിലി ബൂസ്റ്റ് മാക്സിമം ഫോളോ ചെയ്യുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാര്യം എനിക്കും ഇപ്പോൾ എന്താണ് കുറേ നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് അതേപോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ തന്നെ പഠിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ എക്സാം ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാം. താങ്ക്